ഈ കൊട്ടിഘോഷിച്ച് ഉണ്ടാക്കപ്പെട്ടതാണ് ഈ എബ്രഹാം കരാർ എന്ന് പറയുന്ന കരാർ. വാസ്തവത്തിൽ ഈ എബ്രഹാം കരാറാണ് ഈ പശ്ചിമേഷ്യ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയും. കാരണം എന്താണ്? ഈ എന്താണ് പശ്ചിമേഷ്യയിലെ അടിസ്ഥാനപരമായ പ്രശ്നം? എന്താണ് പശ്ചിമേഷ്യയിലെ അടിസ്ഥാനപരമായ പ്രശ്നം? പാലസ്തീനാണ്. ആ പാലസ്തീൻ പ്രശ്നം നിങ്ങൾ അബ്രഹാം കരാർ എടുത്ത് നോക്കൂ. ഈ പാലസ്തീൻ പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായി ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഞങ്ങൾ രൂപീകരിക്കും, പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇത്ര നാളുകൾക്കുള്ളിൽ ഞങ്ങൾ രൂപീകരിക്കും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം അതിനകത്തുണ്ട്. പാലസ്തീൻ എന്ന് പറയുന്ന ആ അബ്രഹാം കരാർ ഉണ്ടാക്കുമ്പോൾ പാലസ്തീനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പാലസ്തീൻ്റെ പ്രതികളുമായിട്ട് ഇതിനു മുമ്പ് എന്തെങ്കിലും ചർച്ച നടത്തിയോ? ഒരു ചർച്ചയും നടത്തിയില്ല. ഇത് ഈ അണ്ടകടാഹത്തിലെ ഏറ്റവും വലിയ കരാർ എന്ന് പറഞ്ഞിട്ട് ട്രംപ് കൊണ്ടുവന്ന ഈ കരാർ വാസ്തവത്തിൽ ഒരു തട്ടിപ്പ് കരാറാണ്. അതിനകത്തൊന്നും അതായത് ഈ മറ്റുള്ള, അതായത് ഞാൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചു, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് ഈ ട്രംപ് ഓടി നടന്ന് പറയുന്നത് പോലെയുള്ള ഒരു കരാർ മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കരാർ ഉണ്ടെങ്കിൽ ആ കരാറിനൊരു ലക്ഷ്യം ഉണ്ടാവണം. എന്താ ലക്ഷ്യം? പശ്ചിമേഷ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ രൂപീകരണമാണ്. ആ രൂപീകരണത്തിന് ഈ ഞാനിവിടെ പറഞ്ഞ 140-ലേറെ ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ചിട്ടുണ്ട്, 140-ലേറെ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. 140 രാജ്യങ്ങൾക്ക് പുറമെ ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന സമ്മേളനം നടക്കുകയാണ്. അവിടെ വെച്ച് ഇവർ പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ മുതലായ രാജ്യങ്ങളെല്ലാം വീണ്ടും ഈ രാജ്യത്തെ അംഗീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ലോക ജനസംഖ്യയുടെ, നമ്മളെ മനുഷ്യന്മാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ലോക ജനസംഖ്യയുടെ ഏകദേശം 90% ജനങ്ങളും ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ആ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ആ അംഗീകാരത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇനി ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശത്ത് അതായത് യോർദാൻ നദിയുടെ പടിഞ്ഞാറും മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്കും ഇസ്രായേൽ മാത്രമേ ഉള്ളൂ, പാലസ്തീൻ എന്ന് പറയുന്ന ഒരു പ്രദേശമില്ല എന്ന് പറയാനുള്ള ധാർഷ്ട്യം ഒരു ഭരണാധികാരിക്ക് ഉണ്ടായെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് അമേരിക്കയുടെ കൂടി ഒത്താശയോട് കൂടിയിട്ട് നടക്കുന്നതാണ്. അമേരിക്ക എപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നോ ആ സമയം അവസാനിക്കാവുന്നതേ ഉള്ളൂ യുദ്ധം. പക്ഷെ അമേരിക്ക നിർത്തുന്നില്ലെന്ന് മാത്രമല്ല, അമേരിക്ക എല്ലാ തരത്തിലും സമ്പത്തും ആയുധവും രാഷ്ട്രീയ പിന്തുണയും നൽകി, എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകി നടത്തിക്കൊണ്ടു പോകുന്നതാണ് യുദ്ധം. അതുകൊണ്ട് ഞാൻ പറയും, ഇത് അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രായേൽ പശ്ചിമേഷ്യയിൽ നടത്തുന്ന യുദ്ധമാണിത് എന്നുള്ളതാണ് എൻ്റെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം. അതിനകത്ത് വാസ്തവത്തിൽ ഈ പറഞ്ഞ ഞങ്ങൾ പറയാം, ഞങ്ങളിത് അബ്രഹാം കരാറിൽ നിന്ന് പിന്മാറുന്നു, I2U2 നിന്ന് പിന്മാറുന്നു, അല്ലെങ്കിൽ IMEC ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഇക്കണോമിക് കോറിഡോറിൽ നിന്ന് പിന്മാറുന്നു, അങ്ങനെയുള്ള സംഗതികളിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറയാം. പക്ഷെ അതിനൊക്കെ വാസ്തവത്തിൽ ഈ പ്രതീകാത്മകമായ പ്രയോജനം മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ ശക്തമായ എന്തെങ്കിലും ഗൗരവതരമായിട്ടുള്ള നിലപാടിലേക്ക് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിന് ഒരു പരിഹാരമാകും. കാരണം അമേരിക്കയുടെ കൂടെ ഇത്രയും നാൾ നിന്നിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരമില്ലല്ലോ. ഈ പ്രശ്നം ഓരോ ദിവസവും വഷളാവുന്നതല്ലാതെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. അപ്പൊ അത്തരം ഒരു കടുത്ത നിലപാട്, അത്തരം സന്ദേശം നൽകുന്ന കടുത്ത നിലപാടിലേക്ക് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പോയാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ.